കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യ പത്മേഷു രവി സ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യവാദം. ഇന്ന് രാമായണ മാസാരംഭം. ഇനി നമ്മുടെ ഭവനങ്ങളിൽ ശ്രീരാമ പൂജയുടെ പുണ്യം നിറയും. രാമായണം എന്നാൽ രാമൻ്റെ യാത്ര എന്നർത്ഥം. വാൽമീകി രചിച്ച രാമായണം കാവ്യരൂപത്തിലെ ആദ്യ കൃതിയാണ്. അതിനാൽ രാമായണം ആദിമ കാവ്യമെന്നും അറിയപ്പെടുന്നു. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ വേണ്ടി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച ശ്രീരാമൻ്റെ കഥയിലൂടെ മഹത്തായ ധർമ്മ സംരക്ഷണത്തെ കുറിച്ചുള്ള സന്ദേശമാണ് രാമായണത്തിലൂടെ ലഭിക്കുന്നത്. അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് പാരായണത്തിലൂടെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. കർക്കിടക മാസ അവസാനത്തോടുകൂടി രാമായണം വായിച്ചു തീർക്കണം. രാമായണം പാരായണത്തിലൂടെ കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഹരിച്ച് സംശുദ്ധതയുടെ തീർത്ഥം തളിക്കലാണ് രാമായണ പാരായണത്തിലൂടെ കൈവരുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഇന്നു മുതൽ രാമായണം വായിച്ചു തുടങ്ങുന്നു. രാമായണ മാസമാണ്. അപ്പോൾ ഈ കർക്കിടകത്തെ സംബന്ധിച്ചുള്ള ചില മാസങ്ങളിൽ 31 ദിവസം കാണും, ചില ദിവസങ്ങളിൽ 32 ദിവസം കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കുറേശ്ശെ വായിച്ച് അവസാന ദിവസം മുഴുവൻ വായിച്ച് അവസാനിപ്പിച്ച് ശ്രീരാമചന്ദ്രൻ അഭിഷേകത്തോടു കൂടിയാണ് ഈ രാമായണ മാസം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം, കുഞ്ഞുങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം തിരഞ്ഞെടുത്തതെന്ന്? രാമായണം എല്ലാ മാസവും എപ്പോഴും എവിടെ വച്ചും വായിക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ രാമായണം കർക്കിടക മാസം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് പണ്ട് കാലത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൃഷിയെ ആശ്രയിച്ചാണ് ഇരുന്നത്. അപ്പോൾ കർക്കിടകമൊക്കെ ആകുമ്പോഴത്തേക്കും പത്തായത്തിലെ നെല്ലൊക്കെ തീർന്നിട്ടുണ്ടാവും. ഒരു അല്പം ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അതുപോലെ കൃഷിയെല്ലാം അവസാനിച്ചിരിക്കുന്നു. കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ വീട്ടിൽ ഗൃഹനാഥിന് വലിയ പണികളൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിലാണ് പ്രധാനപ്പെട്ട പല രോഗങ്ങളും തലവൊക്കെ കർക്കിടക മാസത്തിൽ. ഇപ്പം നോക്കൂ, കേരളം മുഴുവൻ പനിയിൽ മുങ്ങി നിൽക്കുകയാണല്ലേ. എന്തെല്ലാം അസുഖങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മാസം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസം പൊതുവെ ശാരീരികമായും ഒരുപാട് മോശം വരുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ കർക്കിടക ചികിത്സ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് കർക്കിടകത്തിൽ ചികിത്സ വരുന്നത്. അപ്പോൾ ചികിത്സയോടനുബന്ധിച്ച് അന്ന് നമ്മുടെ കാരണവർ പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മരുന്നും മന്ത്രവും. അപ്പം മരുന്നിനോടൊപ്പം മന്ത്രവും വേണം. അതാണ്. അപ്പം മന്ത്രം വലിയ പ്രാധാന്യമുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ പുരുഷ സൂക്തങ്ങളും എല്ലാത്തരം രാമായണം വായിക്കുന്ന. രാമായണം ഒരു മന്ത്രമാണ്, ഭഗവാന്റെ മന്ത്രമാണ്. കേരളം മുഴുവനും എല്ലാ അമ്പലങ്ങളിലും എല്ലാ വീടുകളിലും രാമമന്ത്രം ഇങ്ങനെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളെന്ന കിളികൾ പറഞ്ഞു. അതിന് എഴുത്തച്ഛൻ പറഞ്ഞിരുന്നു, രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്ന് ഉറച്ചുകൊള്ളുവൻ, അയോധ്യയെ അടവിയെന്ന് ഓർമ്മിച്ചു കൊള്ളുക എന്ന് ലക്ഷ്മണൻ്റെ അമ്മയായ സുമിത്ര നൽകുന്ന ഉപദേശമാണ് അങ്ങനെ കിളികൾ പറഞ്ഞു കൊടുത്ത വരരുചി വിക്രമാദിത്യന് അറിയിച്ച 4 വരികൾ. പിന്നെ രാമായണത്തിൻ്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. എന്താണ് രാമായണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് ഗുരുഭക്തി, ഈശ്വരഭക്തി, പുത്രവാത്സല്യം, സഹോദര സ്നേഹം, പത്നീധർമ്മം, ദീനാനുകമ്പ തുടങ്ങിയ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും
ആവശ്യമായ നിരവധി ധാർമ്മിക മൂല്യങ്ങൾ അടങ്ങിയതാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ ഗ്രന്ഥത്തിൽ ഒരു 3-4 സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന 3-4 പദ്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒന്ന് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുപോലെ തന്നെ സങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കില്ലാതു, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമോ ജീവിച്ചിരിക്കലും. അതുപോലെ തന്നെ കണ്ണാടി കാണോളവും തന്നെ മുഖമേറ്റം നന്നു നിരൂപിക്കും എത്രയും വിരൂപമാർ. അതുപോലെ തന്നെ ആപത്ത് വന്നടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനവാശിതം. ഇങ്ങനെ ഒരുപാട് നിത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലി ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലുണ്ട്.